റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. ശബരിമലയിൽ സദ്യ നൽകാനുള്ള തീരുമാനത്തിൽ എതിർപ്പുമായി CPIM അനുകൂല സംഘടന. കേരള സ്റ്റേറ്റ് ദേവസ്വം പെൻഷനേഴ്സ് കോൺഫെഡറേഷനാണ് എതിർപ്പ് അറിയിച്ചത്. അന്നദാന ഫണ്ടിന് പുറമെയുള്ള പണം ഉപയോഗിക്കരുതെന്നും ജനറൽ ഫണ്ടിൽ നിന്നും പണം എടുക്കുന്നത് ശരിയായ തീരുമാനമല്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് R. ഷാജി റിപ്പോർട്ടറിനോട് പറഞ്ഞു. സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന നടപടിയെ എതിർക്കുമെന്നും KSDPC വ്യക്തമാക്കി. വളരെ പ്രധാനമായി ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അവർക്കൊക്കെ അവിടെ സുഖകരമായി ദർശനം നടത്താനുള്ള സൗകര്യം ഉണ്ടാവണം. അവർ ക്ഷീണിക്കുമ്പോൾ അവർക്ക് ആവശ്യാനുസരണമുള്ള ഭക്ഷണം കൊടുക്കാൻ കഴിയണം. പക്ഷേ അത് ഒരു കല്യാണ സദ്യയ്ക്ക് കൊടുക്കുന്ന രീതി ആയിക്കോട്ടെ. അന്വേഷിച്ചപ്പോൾ അതിൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഫണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ജനറൽ ഫണ്ടിൽ നിന്നെടുത്ത് സദ്യ നടത്തിയാൽ ദേവസ്വം പോലുള്ള ഞങ്ങളെപ്പോലുള്ള പെൻഷൻ പറ്റിയ ആൾക്കാർക്ക് പെൻഷൻ നൽകുവാനും പിന്നെ 1250 പരം ക്ഷേത്രങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനൊന്നും കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് ദേവസ്വം ബോർഡ് ഇനി ഉണ്ടാകരുത്. അർജുൻ കല്യാൺ നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് അർജുൻ കല്യാൺ. അപ്പോൾ സദ്യ വേണ്ടെന്നാണോ, പുലാവ് മതിയെന്നാണോ? തീർച്ചയായിട്ടും ഇപ്പോൾ കേരള സ്റ്റേറ്റ് ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. CPIMന്റെ അനുകൂല സംഘടനയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K. ജയകുമാർ ചുമതലയേറ്റതിന് പിന്നാലെയാണ് ശബരിമലയിലേക്ക് എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സദ്യ നൽകണം, പപ്പടവും പായസവും ഉൾപ്പെടെയുള്ള സദ്യ നൽകുന്നതിന് വേണ്ടിയിട്ടൊരു തീരുമാനമെടുത്തത്. കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ അതൊരു ഒന്നിടവിട്ട ദിവസങ്ങളിൽ സദ്യ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക്, അന്തിമമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു എതിർപ്പുമായി CPIMന്റെ അനുകൂല സംഘടന തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ പറയുന്ന രീതിയിൽ അന്നദാന ഫണ്ടിന് പുറമെയുള്ള ഫണ്ട് ഇതിനുവേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിൽ നിന്നും പെൻഷനായിട്ടുള്ള ജീവനക്കാർക്ക്, അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക്, അതുപോലെ തന്നെ നിരവധി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 1000-ലധികം ക്ഷേത്രങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ അതാണ് അന്നദാന ഫണ്ടിന് പുറമെയുള്ള പണം ഉപയോഗിക്കരുത്. അതാണ് പ്രധാനപ്പെട്ട കൺസേൺ. കാരണം ശബരിമലയിൽ നിന്നുള്ള വരുമാനം അത് മറ്റ് ക്ഷേത്രങ്ങളിലെ 1200-ലധികം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന് കീഴിലുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന തുകയിൽ നിന്നെടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യരുത് എന്നതാണ് അവരുടെ വാദം. അത് വിലപ്പോകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.